ഉമേഷിലേക്ക് മടങ്ങുകയാണ്. ഉമേഷ് കൊച്ചിയിൽ രാമചന്ദ്രന്റെ വീട്ടിൽ തന്നെ തുടരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോൾ നമ്മൾ MLA മുകേഷിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അവിടെയുള്ള രാമചന്ദ്രന്റെ കുടുംബമായോ മറ്റു കാര്യങ്ങളിലേക്ക് സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു വളരെയധികം ഉള്ളിലാണ് ഉള്ളത്. നമ്മുടെ MLA-മാരടക്കം അവിടെ കുടുങ്ങിക്കിടക്കുന്നു. അവർക്കും വളരെ വേഗം അവിടെ നിന്ന് പുറത്ത് കടക്കേണ്ടതുണ്ട്. നമ്മൾ ആശ്വാസകരമായ ഒരു വാർത്ത, അവർ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു സുരക്ഷിതരായി എന്ന ആശ്വാസകരമായ വാർത്ത എത്തുന്നത് പ്രതീക്ഷിച്ചാണ് ഓരോ മിനിറ്റും കഴിയുന്നത്. പക്ഷെ അവിടുത്തെ സ്ഥിതി എന്താണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര വിചാരിച്ചാലും അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് വളരെ പെട്ടെന്ന് അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ കൂടെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും അതുണ്ടാവുക. അപ്പോൾ ഈ രാമചന്ദ്രന്റെ മകളുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബന്ധുക്കൾക്ക് കഴിയുന്നുണ്ട്. മകനുണ്ട്, ഹൈദരാബാദിലാണ്. അദ്ദേഹത്തിന് സഹോദരിയുമായി സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ നിരന്തരമായി. അതെ, അവരുമായി ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ അയൽവാസികളൊക്കെ പറയുന്നത്. അല്പം മുമ്പ് ഈ വീടിൻ്റെ ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഈ ഗേറ്റ് ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അത് ഈ രാമേന്ദ്രൻ്റെ തന്നെ പഴയൊരു ജീവനക്കാരൻ, അതായത് രാമേന്ദ്രൻ്റെ ഉടമസ്ഥതയിൽ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നയാളാണ് ഇപ്പോൾ ഈ ഗേറ്റ് തുറന്നിരിക്കുന്നത്. അല്പസമയത്തിനും തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടേക്ക് വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രാമേന്ദ്രൻ്റെ ഭാര്യയുടെ സഹോദരി അടക്കമുള്ളവർ, ഒരാൾ തൃപ്പൂണിത്തുറയിലും മാന്നാറിലുമൊക്കെയാണ് അവരുള്ളത്. അവർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് വരും എന്നാണ് പറയുന്നത്. അവരുമായി ഒരു ബന്ധം പുലർത്താൻ കഴിയുന്നുണ്ട്. ഈ ശ്രീനഗറിലാണെങ്കിലും അവരുമായി സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ അപ്പോൾ ചോദിച്ചറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ, രാമേന്ദ്രൻ്റെ മകൻ ബാംഗ്ലൂരിനാണുള്ളത്. അവിടെ നിന്ന് ഇനി ഈ ശ്രീനഗറിലേക്ക് പോകും. ഇന്ന് ഉച്ചയോടെ അവിടെ എത്തും. ഒപ്പം പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് അവിടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് രാമേന്ദ്രൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം ഈ ഭീകരാക്രമണത്തിന് ഇരയാക്കപ്പെട്ട മറ്റ് 27 പേരുണ്ട്. അവരുടെയൊക്കെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആ നടപടികൾ വേഗം പൂർത്തിയാക്കാൻ ഉള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കി ഇവിടേക്ക് എത്തിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിവരമറിഞ്ഞ് പലരും ഇന്നലെ രാത്രിയും ഇന്നുമൊക്കെയായി ഈ രാമേന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അയൽവാസികൾ പലരും ഈ അതിൻ്റെ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം വരെ കണ്ട ആളാണ്. അദ്ദേഹമാണ് പെട്ടെന്ന് ഇല്ലാതായത്. ഇപ്പോൾ പലരും ഇവിടേക്ക് എത്തുന്നുണ്ട്. ചേട്ടൻ അടുത്ത് താമസിക്കുന്ന ആളാണോ? നമ്മളിവിടെ കുറച്ച് അകലെയാണ്. വിവരം അറിഞ്ഞപ്പോൾ വീട് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ദാരുണമായ സംഭവമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പുള്ളിയുടെ കുടുംബത്തിനെ കാണുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടി വന്നതാണ്. നേരത്തെ പരിചയമുണ്ടല്ലേ? അങ്ങനെ കാര്യമായിട്ട് പരിചയമില്ല. ഇവിടെ ഈ പ്രദേശത്ത് ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ കാണാം. അദ്ദേഹം ഈ അസോസിയേഷൻ്റെ ഒക്കെ വൈസ് പ്രസിഡന്റ് ആണ് തോന്നുന്നു. ആണെന്ന് പറയണ കേട്ടത് അങ്ങനെയാണ്. പക്ഷേ ഈ സംഭവം നടന്നപ്പോൾ നമുക്ക് നാട്ടിലിങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ അതിനെ അനുശോചനം അറിയിക്കാൻ വേണ്ടി വരണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വലിയ ഒരു ഭീകരാക്രമണം നടന്നതിൽ നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി വന്നത്. അദ്ദേഹം തിങ്കളാഴ്ചയാണ് ഇവിടുന്ന് പോയതെന്നാണ് പറഞ്ഞത്. ഇവരുടെ വീട്ടുകാർ വേറെ അങ്ങനെ പരിചയമുണ്ട് അവരൊക്കെ? അങ്ങനെ കാര്യമായിട്ട് ഞാൻ ഇവിടെ കുറച്ച് അകലെയാണ്. ഇപ്പോൾ അപ്പുറത്തെ വാർഡായിട്ട് വരും. അവിടെ ഇപ്പോൾ ഈ പുള്ളി ഇവിടെ മത്സരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയൊക്കെയുള്ള പരിചയങ്ങളാണുള്ളത്. എന്താ ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് നവാസ്. കുറച്ചപ്പുറത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇവിടേക്ക് വരിക, അനുശോചനം അറിയിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ തൊട്ടടുത്തുള്ളവർ മാത്രമല്ല